പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഈ ഡൽഹിയെ ഇനി അതിഷി നയിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി സർക്കാരിനെ ഇനി അതിഷി നയിക്കും. ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി യോഗമാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് നൽകി. അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് അതിഷി പറഞ്ഞു. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ഒട്ടും അപ്രതീക്ഷിതമല്ല അതിഷിയുടെ സ്ഥാനലബ്ധി. അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ചർച്ചകളിലെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞുകേട്ടതിൽ ആദ്യത്തെ പേര് മന്ത്രിസഭാംഗമായ അതിഷിയുടേതായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പേര് നിർദ്ദേശിച്ചത് അരവിന്ദ് കെജ്രിവാൾ. തീരുമാനം ഏകകണ്ഠമായെന്ന് AAP നേതാവും മന്ത്രിയുമായ ഗോപാൽ റായ്. दिल्ली के अंदर आगे सरकार को संचालित करने के लिए सुबह आम आदमी पार्टी के विधायक मंडल दल की बैठक हुई थी. बैठक में सर्वसम्मति से आतिशी जी को अपना विधानमंडल दल का नेता चुना गया था. ഡൽഹിക്ക് ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളുവെന്നും അത് അരവിന്ദ് കെജ്രിവാൾ ആണെന്നും അതിഷിയുടെ പ്രതികരണം. मैं आज ये जरूर कहना चाहती हूँ आम आदमी पार्टी के सभी विधायकों की तरफ से, दिल्ली की 2 करोड़ जनता की तरफ से, कि दिल्ली का एक ही मुख्यमंत्री है और उस मुख्यमंत्री का नाम अरविंद केजरीवाल है. രാജ്നിവാസിലെത്തി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് നൽകിയത്. അതിഷിയും ഒപ്പമുണ്ടായിരുന്നു. അതിഷിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത കാര്യം അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ അറിയിച്ചു. സുഷമാ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ് 43-കാരിയായ അതിഷി.